ഹലോ, നമ്മൾ കുറേയേറെ ദിവസങ്ങൾക്ക് ശേഷമാണ് ഒരു ലോങ് വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ എപ്പോഴും ഒരു ബുക്ക് ഉണ്ടാക്കുമ്പോഴത്തേക്ക് ഒരു ഷോർട്ട് വീഡിയോ ആയിട്ടാണ് ഇടുന്നത്. അപ്പോൾ പലരും എന്നോട് പറഞ്ഞിട്ടുണ്ട് കുറേ കാര്യങ്ങൾ മനസ്സിലായില്ല, ഒന്ന് ഷോർട്ടാക്കി കാണിക്കാവോ അല്ലെങ്കിൽ സ്ലോ ചെയ്ത് കാണിക്കാവോ എന്നൊക്കെ. അപ്പോൾ തന്നെ ഞാൻ വിചാരിച്ചതാണ്, ഞാൻ അവരോട് പറയുകയും ചെയ്ത് നമുക്ക് ഇനി ഒരു ബുക്ക് ഉണ്ടാക്കുമ്പോൾ അതൊരു ലോങ് വീഡിയോ ആയിട്ട് ചെയ്യാം. അപ്പം നമുക്ക് ലോങ് വീഡിയോ ആകുമ്പോഴത്തേക്കും നമുക്ക് 3 മിനിറ്റ് അല്ലല്ലോ, ഷോർട്ട്സൊക്കെ ഇടുമ്പോഴത്തേക്കും 3 മിനിറ്റേ പറ്റുള്ളൂ. ഒരു ലോങ് വീഡിയോ ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറേ നേരത്തേക്ക് എല്ലാ കാര്യങ്ങളും നമുക്ക് A to Z ഇങ്ങനെ കാണിക്കാൻ പറ്റും. അപ്പോൾ ഒരു ലോങ് വീഡിയോ ആയിട്ട് നമുക്ക് ചെയ്യാമെന്ന് വിചാരിച്ചാൽ, അപ്പം നമ്മുടെ ബുക്ക് നമ്മൾ വരച്ചുകൊണ്ടിരിക്കുന്ന ഡ്രോയിങ് ബുക്ക് എന്തായാലും തീർന്ന്, അപ്പം നമുക്ക് എന്തായാലും ഒരു ബുക്ക് ഉണ്ടാക്കണം. അപ്പം ഞാനോർത്ത് നിങ്ങളെല്ലാവർക്കും മനസ്സിലാകുന്ന രീതിയിൽ ഒരു ലോങ് വീഡിയോ എടുത്തേക്കാന്ന്. ഇത് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വാങ്ങിച്ച പോലെ തന്നെ ഒരു 92 രൂപയായിട്ടുള്ള 2 ബുക്കുണ്ട്. 40 പേജുള്ള 2 ബുക്കാണ് ഞാനിവിടെ വാങ്ങിച്ചിട്ടുള്ളത്. കഴിഞ്ഞ വീഡിയോസ് എൻ്റെ ഷോർട്സൊക്കെ കാണുന്നവർക്കറിയാം, ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചായിരുന്നു ഞാൻ ഇവിടെ നിന്നാണ് ബുക്ക് വാങ്ങിക്കുന്നതൊക്കെ ഉള്ളത്. അപ്പോൾ നിങ്ങൾക്കൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ ആ ഷോർട്സ് ഒന്ന് പോയി കണ്ടാൽ ഞാൻ ഇവിടെ നിന്ന് ആ ബുക്കൊക്കെ വാങ്ങിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് ഈ വലിയൊരു ഡ്രോയിങ് ബുക്കിനെ ചെറുതാക്കണം. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ ആദ്യം ഇതിൻ്റെ ഇടയ്ക്കുള്ള സ്റ്റാപ്ലർ അയച്ചെടുക്കണേന് പരിപാടി. നമ്മൾ വേറെ എന്തെങ്കിലും സാധനം കൊണ്ട് പൊളിച്ചാലും അത്രയ്ക്ക് ശരിയായില്ല. സ്റ്റാപ്ലറിൽ ആ ഒരു സ്ഥലം കൊണ്ട് ഇത് എങ്ങനെ വിടിയിപ്പിക്കാൻ നമുക്ക് പെട്ടെന്ന് പറ്റും. അതുകൊണ്ട് സ്റ്റാപ്ലർ തന്നെ എടുത്ത് നിങ്ങൾ ചെയ്യാൻ ശ്രമിക്കണം. അപ്പോൾ കുട്ടികളാണ് ചെയ്യുന്നതെങ്കിലും മുതിർന്നവരോട് സഹായം ചോദിക്കേണ്ടതാണ്. അങ്ങനെ സ്റ്റാപ്ലറൊക്കെ നമ്മൾ അയച്ച് മാറ്റിയതിന് ശേഷം ആ പേജസ് ഓരോന്നും ആക്കണം. ഓരോന്നെന്ന് പറയുമ്പോഴത്തേക്കും ആ 2 പേജുള്ളത് ഒറ്റ ഇതാക്കണം എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. ബാക്കി പ്രോസസ്സിങ്ങൊക്കെ നമ്മൾ അതിന് ശേഷമാണ് ചെയ്യണത്. കാരണം നമ്മൾ എളുപ്പത്തിന് രണ്ടും നമ്മൾ പിന്നെ മാറ്റിയിട്ടാണ് ഒന്നിച്ചാണ് ചെയ്യുന്നത്. കാരണം ഓരോന്ന് ചെയ്യാനായിട്ടിനേക്കാളും നല്ലത് രണ്ടും ഒരുമിച്ച് ചെയ്യണതാണ്. അപ്പം നമ്മൾ 2 ഡ്രോയിങ് ബുക്കും കൊണ്ടാണ് ഒരു ഡ്രോയിങ് ബുക്ക് നമ്മൾ ഉണ്ടാക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് 2ൻ്റെയും സ്റ്റാപ്ലർ പിൻ വെച്ചിട്ട് ഓരോ പേജാക്കി ഇതുപോലെ വെച്ചിട്ടുണ്ട് നമ്മൾ. അതിനുശേഷം കട്ടിങ് പ്രോസസ്സിംഗ് ആണ് നടക്കാൻ പോകുന്നത്. ഇവിടെ നമ്മൾ അത്രയും കൊണ്ട് മുറിക്കലൊക്കെ പോസിബിൾ അല്ല. അത്രയും നേരം കുത്തിയിരുന്ന് കറക്റ്റ് അളവിനൊക്കെ നമ്മൾ ചെയ്ത് വരുമ്പോഴത്തേക്ക് എന്തായാലും ഒന്ന് തെറ്റിപ്പോകും. അതുകൊണ്ട് ഞാനിവിടെ ഒരു നൂലാണ് എടുത്തിട്ടുള്ളത്. എൻ്റെ എല്ലാ ബുക്ക് ചെയ്തിട്ടുള്ളതിലും ഞാൻ നൂല് കൊണ്ടാണ് ഈ സംഭവം ചെയ്തിട്ടുള്ളത്. കാരണം നൂല് കൊണ്ട് നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ. ആ ഒരു മടക്കണ രീതി ശരിയാണെങ്കിൽ നമ്മൾ മടക്കുമ്പോഴത്തേക്കും എല്ലാം ഒരേ അളവിൽ നമ്മൾ പ്രത്യേകം മടക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഭയങ്കര സിമ്പിളാണ്. ഒരു നൂലെടുക്കുക, ആരെങ്കിലും ഹെൽപ്പ് ചെയ്യാനുണ്ടെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ നമ്മളൊരു കസേരയിലോ എന്തിനെങ്കിലും കെട്ടി വെച്ചിട്ടാണെങ്കിലും നമുക്ക് ഒറ്റയ്ക്ക് ഇത് ചെയ്യാവുന്നതിന്. നൂലാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് എല്ലാം ചെയ്ത് തീർക്കാം. ഒരേ അളവിൽ കിട്ടുകയും ചെയ്യും. പിന്നെ അരികിൽ ഒരു റഫ് പോലെ ഇരിക്കുമെങ്കിലും എനിക്ക് തോന്നുന്നു അത്രയും കുഴപ്പമായിട്ടൊന്നും തോന്നിയിട്ടില്ല. ഇച്ചിരി നല്ല ഭംഗിയിലും മെനക്കൊക്കെ കിട്ടും. കത്രിക കൊണ്ട് നമ്മൾ അത്രയും നേരം ഓരോന്നെടുത്ത് കണ്ടിച്ച് ടൈം പോകും എന്തായാലും. അങ്ങനെ ഈ വലിയ ഡ്രോയിങ് ബുക്ക് ഞാൻ 2ആക്കി മടക്കിയിട്ട് ഒന്നും കൂടി കട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടെ എന്നെ ഹെൽപ്പ് ചെയ്തുകൊണ്ടിരിക്കണ എൻ്റെ ഹസ്ബൻഡാണ് എപ്പോഴും എന്നെ ഹെൽപ്പ് ചെയ്തുകൊണ്ടിരിക്കണത്. ഇന്ന് ഹെൽപ്പ് ചെയ്യണത് എൻ്റെ നാത്തൂൻ്റെ കൊച്ചുണ്ടായിരുന്നു. അവനുണ്ടായിരുന്നതുകൊണ്ട് അവനാണ് എന്നെ കുറേ ഹെൽപ്പൊക്കെ ചെയ്ത് തന്നത്. പുള്ളിക്ക് ബോറടി ആയിരുന്നു, എന്നാലും ഞാനൊന്ന് ചെയ്യടാന്നൊക്കെ പറഞ്ഞ് അങ്ങനെ പിടിച്ച് നിർത്തിയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ആ ഒരു ഷീറ്റിനെ വീണ്ടും 2ആക്കി മുറിച്ച് പിന്നെ ഒന്നും കൂടി 2ആക്കി മുറിക്കുന്നുണ്ട്. നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോഴത്തേക്ക് അത് പ്രത്യേകം മനസ്സിലാകും ഞാൻ എന്തായി പറയുന്നതെന്ന്. കാരണം നമ്മൾ ഇപ്രാവശ്യം ഒരു ചെറിയ ഡ്രോയിങ് ബുക്കാണ് ഉദ്ദേശിക്കുന്നത്. കാരണം ഞാൻ എല്ലാ വീഡിയോയിലും പറയും ഇത്രയും വലിയ ബുക്കായതുകൊണ്ടാണ് എനിക്ക് ഇത്രയും കുത്തിയിരുന്ന് വരയ്ക്കേണ്ടി വരുന്നതെന്ന്. അതുകൊണ്ട് ഞാൻ ഇച്ചിരി കൂടി ഒന്ന് ചെറുതാക്കി നോക്കാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ആ അളവാണ് ഞാനിവിടെ കാണിക്കുന്നത്. ആ ഒരു അളവിലാണ് നമ്മൾ ഇന്ന് ഡ്രോയിങ് ബുക്ക് ഉണ്ടാക്കുന്നത്. പിന്നീട് ഞാനെൻ്റെ തീരുമാനം മാറ്റുന്നുണ്ട്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കുറേ ആ പേജസ് മടക്കി വെക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഓർത്തു പേജസ് കൂടുതലും ഉണ്ട് താനും. അതുകൊണ്ട് ഞാൻ ഓർത്തു ഒരു ചെറുതും ഒരു നമ്മളിപ്പോൾ യൂസ് ചെയ്യുന്ന അത്ര ഉള്ളൊരു ഡ്രോയിങ് ബുക്കും ഉണ്ടാക്കാം. അപ്പോൾ 2 എണ്ണം ഉണ്ടാക്കാമെന്ന് ഞാൻ പിന്നെയാണ് വിചാരിച്ചത്. ആദ്യം ഇരുന്നപ്പോൾ തന്നെ ഞാൻ ഒരു ഡ്രോയിങ് ബുക്ക് എന്നൊരു തോട്ടിലായിരുന്നു ഇരുന്നേച്ചത്. പിന്നീട് ഞാൻ ചെയ്ത് വന്നപ്പോഴത്തേക്ക് ഞാൻ ഓർത്ത ഒരു വലുത് എന്തായാലും നല്ലതാണ്. അത്യാവശ്യം നല്ലൊരു പടമൊക്കെ കിട്ടണമെങ്കിൽ നമ്മൾ വലുതിൽ ചെയ്താൽ മാത്രമേ ആ ലുക്കൊക്കെ നമുക്ക് കിട്ടത്തുള്ളൂ. നമ്മൾ കൂടുതലും ഡ്രോയിങ് റിലേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ് അല്ല ഇടുന്നത്. അപ്പോൾ ഞാൻ ഓർത്ത് ഒരെണ്ണം വലുതും ഒരെണ്ണം ചെറുതും അങ്ങനെ ഉണ്ടാക്കാമെന്ന്.
അപ്പം നമുക്ക് ശീഘ്രം ഒരു വീഡിയോ ഒക്കെ എടുക്കണമെങ്കിൽ ചെറുതിലും ചെയ്യാം, അല്ലെങ്കിൽ ഒരു ടൈമൊക്കെ കിട്ടുമ്പോഴത്തേക്കും ആ വലുതിലും ചെയ്യാം. അപ്പോൾ 2 ഡ്രോയിങ് ബുക്കും എന്തായാലും ഇരിക്കട്ടെ എന്ന് വിചാരിച്ച് അങ്ങനെ നമ്മൾ ഡ്രോയിങ് ബുക്ക് ഇവിടെ എല്ലാ പ്രോസസ്സിങ്ങും ചെയ്ത് കിട്ടിയിട്ടുണ്ട്. അപ്പം ഞാൻ ആ ഡ്രോയിങ് ബുക്കിൻ്റെ തന്നെ കവർ എല്ലാ കട്ട് പേപ്പർ ഉണ്ടാവുമല്ലോ ഫ്രണ്ട് പേജ്, അപ്പോൾ അത് തന്നെയാണ് ഇവിടെ ആ അളവിൽ തന്നെ കട്ട് ചെയ്ത് ഇതിൻ്റെ ഫ്രണ്ടിലും ബാക്കിലും ചെയ്തിട്ടുണ്ട്. 2ൻ്റെയും ചെയ്തിട്ടുണ്ട്. ഇത് ഒരെണ്ണം വലുതും ഒരെണ്ണം ചെറുതും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ. പിന്നെ നമ്മളിവിടെ ആ കവറിൽ ഒട്ടിക്കാനായിട്ട് ഷീറ്റ് വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ ഈ കടയിൽ ചെന്നപ്പോഴത്തേക്കും ഈ ഗിൽറ്റർ ഷീറ്റ് കണ്ടപ്പോഴത്തേക്കും എനിക്ക് ഇഷ്ടപ്പെട്ടു അങ്ങോട്ട്. ഈ ഒരെണ്ണത്തിന് ഒരു 15 രൂപയാണ് വരുന്നത്. മറ്റേതിന് ആ കളറിലെ ഒരു ബ്ലൂ കളറിലെ കാണിച്ചില്ലേ, അതിന് 2 രൂപയുമാണ് വരുന്നത്. അപ്പോൾ ഇത് കണ്ടപ്പോഴത്തേക്കും ഞാൻ ഓർത്ത് ചെറുതിന് ഇത് ചെയ്യാം എന്നുള്ള രീതിയിൽ വാങ്ങിച്ചുകൊണ്ട് വന്നേന്. അപ്പോൾ ചെറുതിൻ്റെ അളവൊക്കെ ഞാനെടുത്ത് അത് ഒരെണ്ണത്തിനുള്ള തികയത്തുള്ളൂ, ഒരെണ്ണം ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതിൻ്റെ അളവൊക്കെ എടുത്ത് ഞാൻ കട്ട് ചെയ്യുകയാണ്. അപ്പോൾ അത് കട്ട് ചെയ്ത് ഒട്ടിച്ചതിന് ശേഷം നമ്മൾ വലുതും അതുപോലെ കട്ട് ചെയ്ത് ഒട്ടിച്ച് സെറ്റാക്കുന്നുണ്ട്. പിന്നെ നമ്മളിവിടെ ബുക്ക് കെട്ടുന്നത് എപ്പോഴും ഞാൻ വീഡിയോയിൽ കാണിക്കുന്നതാണ് എങ്ങനെയൊക്കെയാണ് ഞാൻ ചെയ്യുന്നത് എന്നുള്ളത്. അപ്പോൾ ഇതുമേൽ കാണിക്കാനായിട്ട് എനിക്ക് പറ്റിയിട്ടില്ല ബുക്കിന് തുളയിടുന്ന വീഡിയോയിൽ. പക്ഷേ ഞാൻ എങ്ങനെയാണ് ഞാൻ ചെയ്തതെന്ന് പറഞ്ഞു തരാം. ഈ ഗിൽറ്റർ പേപ്പർ എന്നെ അങ്ങോട്ട് കുഴപ്പിച്ചെന്ന് പറഞ്ഞാൽ വേണ്ടായിരുന്നു എന്ന് തോന്നി. കാരണം എടുക്കുന്ന ഈ എല്ലാ പേപ്പറിലും ഈ ഗിൽറ്റ് ആയിട്ടുണ്ട്. ഇതുമേത്തുനിന്ന് ഇങ്ങനെ ഗിൽറ്റ് പോകുമെന്ന് ഞാൻ വിചാരിച്ചിട്ടില്ലായിരുന്നു. ഭയങ്കര ഗിൽറ്റ് എന്ന് പറഞ്ഞാൽ ഭയങ്കര, എൻ്റെ മുഖത്തും മുടിയിൽ വരെ ഗിൽറ്റായിരുന്നു സത്യത്തിൽ. ഇതിൽ ഫുള്ള് ഗിൽറ്റ് എനിക്ക് തോന്നുന്നു ഇത് മൊത്തം പോയി തീരുമെന്നായിരുന്നു. ഞാൻ കുറേയൊക്കെ കൊട്ടിയൊക്കെ കളഞ്ഞായിരുന്നു. പക്ഷേ എനിക്ക് തോന്നുന്നു കൊട്ടിയിട്ടൊന്നും അങ്ങനെ പോകുന്നില്ല ഫുള്ളായിട്ട്. പിന്നെയും ഇപ്പോഴും ആ ബുക്കിൻ്റെ ആ ഗിൽറ്റർ പോയിക്കൊണ്ടേ ഇരിക്കുകയാണ്. അങ്ങനെ നമ്മളതെല്ലാം ഒട്ടിച്ചിട്ടുണ്ടായിരുന്നു. ഇനിയാണ് നമ്മൾ ആ തുളയിടുന്ന സംഭവം വരുന്നത്. പക്ഷേ അതെനിക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല, ഞാൻ നേരത്തെ പറഞ്ഞു. അപ്പം ഞാൻ ഒരു ആണി കൊണ്ടിട്ടാണ് ഇത് ചെയ്യുന്നത്. മറ്റേ പഞ്ചിങ് മെഷീൻ ഡെയിലി ഇല്ലാത്ത കൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഒരു ആണി കൊണ്ട് നമ്മൾ ചുറ്റിക്കൊണ്ട് അതുമായിട്ട് അടിച്ചടിച്ചാണ് ഇതിട്ടിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ എനിക്ക് എടുക്കാൻ പറ്റിയില്ല, ഞാൻ വിട്ടുപോയതാണ് ശരിക്കും. പിന്നെ നമ്മുടെ ഒരു ബ്ലാക്ക് നൂല് കൊണ്ടാണ് ഞാനിവിടെ അതിന് ഒരു നോട്ടായിട്ട് ഇടുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ഇടാം. റിബണൊക്കെ കിട്ടുന്നവർ ആ റിബൺ കൊണ്ടിട്ടാലും നല്ല ഭംഗിയായിരിക്കും. എനിക്ക് റിബൺ അവൈലബിൾ അല്ലായിരുന്നു, അതുകൊണ്ടാണ് ഞാനിവിടെ ഈ കട്ടിയുള്ള നൂലെടുക്കുന്നത്. നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം. അതൊക്കെ ആ ഡിസൈനിങ്ങൊക്കെ നമ്മുടെ ഓരോരുത്തരുടെ ഓരോ ഇഷ്ടങ്ങളാണ്, അതനുസരിച്ച് നമുക്ക് മാറ്റിക്കൊണ്ടിരിക്കാം. അപ്പോൾ നമ്മുടെ ബുക്ക് 2 ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ എന്തായാലും ഒന്ന് ലൈക്ക് അടിച്ചിട്ട് കമൻറ്റ് ബോക്സിൽ ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്നൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യണം. നിങ്ങൾക്ക് ഇതൊക്കെ മനസ്സിലായോ എന്നൊന്ന് പറയണം. എന്തായാലും ഒന്ന് ഈ ചാനലും കൂടി സബ്സ്ക്രൈബ് ചെയ്തിടണം. നമ്മുടെ ഈ 2 ഡ്രോയിങ് ബുക്കും എങ്ങനെയുണ്ടെന്നുള്ളത് എന്തായാലും ഒന്ന് പറയണം, എനിക്കറിയാനുള്ളൊരാഗ്രഹം കൊണ്ടാണ്. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. എന്തായാലും ലൈക്കൊക്കെ ചെയ്യണം എല്ലാവരും. അപ്പോൾ അടുത്തൊരു ഷോർട്ട് വീഡിയോസിലൊക്കെ കാണാം. അപ്പോൾ ഇനിയും ലോങ് വീഡിയോ വേണമെങ്കിൽ പറയാനും മടിക്കരുത്. അപ്പോൾ ഓക്കെ, ബൈ, അടുത്ത വീഡിയോയിൽ കാണാം.